നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 14-ാം ദിവസം. വിശുദ്ധ യൗസേപ്പിതാവ് ക്രിസ്തുവിന്റെ തീക്ഷ്ണവാനായ സംരക്ഷകൻ. വിശുദ്ധ യൗസേപ്പിതാവിനോട് മാലാഖ യൗസേപ്പിതാവ് മിശിഹായുടെ പിതാവാകാൻ പോവുകയാണെന്ന് വെളിപ്പെടുത്തിയ ആ നിമിഷം മുതൽ ഈശോയുടെയും മറിയത്തിൻ്റെയും കരങ്ങളിൽ അന്ത്യശ്വാസം വലിക്കുന്നതുവരെ അദ്ദേഹം തീക്ഷ്ണതയോടെ ഈശോയെ സംരക്ഷിച്ചു. തൻ്റെ പുത്രനെതിരെ വന്ന എല്ലാവിധ ഭീഷണികളിൽ നിന്നും അദ്ദേഹം അവിടുത്തെ സംരക്ഷിച്ചു. വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ ഇങ്ങനെ പറയുന്നു: തന്നെ ആദരിക്കുന്നവരെ വിശുദ്ധ യൗസേപ്പിതാവ് സംരക്ഷിക്കുന്നു. ഇഹലോക ജീവിതത്തിലെ അവരുടെ യാത്രയിൽ അദ്ദേഹം അകമ്പടി സേവിക്കുന്നു. ഈശോ വളർന്നപ്പോൾ അവിടുത്തെ സംരക്ഷിക്കുകയും അകമ്പടി സേവിക്കുകയും ചെയ്തതുപോലെ തന്നെ വിശുദ്ധ യൗസേപ്പിതാവ് കർത്തവ്യനിരതനായ സംരക്ഷകനും കാവൽക്കാരനും പ്രതിരോധകനും ഈശോയ്ക്കും അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധനുമായിരുന്നു. അദ്ദേഹം അതേ സംരക്ഷണം തന്നെ തൻ്റെ ഭാര്യയ്ക്കും ഒരുക്കി. ഒരു സ്നേഹനിധിയായ പിതാവ്, വിശ്വസ്തനായ ഭർത്താവ് എന്നീ നിലകളിൽ അദ്ദേഹം തൻ്റെ പുത്രനെയും ഭാര്യയെയും സംരക്ഷിച്ചു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ശിശു എന്ന നിലയിൽ നമ്മുടെ ആത്മീയ പിതാവ് നമ്മെ തീക്ഷ്ണമായി സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയുന്നതിനാൽ നമുക്ക് മഹത്തായ ആത്മവിശ്വാസം ലഭ്യമാകും. വിശുദ്ധ യൗസേപ്പിതാവ് തീക്ഷ്ണതയോടെ നമ്മളെ സംരക്ഷിക്കുന്നു. ഒരു പിതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായിട്ടില്ല. ഒരു പിതാവിനെ സംബന്ധിച്ച് തൻ്റെ മക്കൾ സുരക്ഷിതമായി ഭവനത്തിൽ എത്തിച്ചേരാതെ തൻ്റെ ദൗത്യം പൂർത്തിയാകുകയില്ല. സ്വർഗത്തിൽ വിശുദ്ധ യൗസേപ്പിതാവ് ഈശോയെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. നമ്മുടെ ആത്മാവിന് വിനാശകരമായിട്ടുള്ളത് എന്താണെന്ന് നമ്മുടെ ആത്മീയ പിതാവായ വിശുദ്ധ യൗസേപ്പിതാവിന് അറിയാം. അദ്ദേഹം നമ്മെ നിരീക്ഷിക്കുകയും സുരക്ഷിതമായി നമ്മെ ഭവനത്തിൽ എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. അദ്ദേഹം നമ്മെ ഒരിക്കലും പരിത്യജിക്കുകയില്ല. നമ്മുടെ ദൗത്യം എന്നത് അദ്ദേഹത്തിൻ്റെ വിവേകപൂർണമായ പരിചരണത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിച്ചിട്ടോ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നതാണ്. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവിൻ്റെ സംരക്ഷകനും തൻ്റെ രാജ്ഞിയുടെ മണവാളനും ഈശോയുടെ വളർത്തുപിതാവും തിരുക്കുടുംബത്തിൻ്റെ ശിരസ്സുമായവനിലാണ് നമ്മുടെ ഭാവി. അവൻ തൻ്റെ ദയയാൽ നമ്മെ അവൻ്റെ മക്കളായി അംഗീകരിക്കുകയും അവനെ പിതാവെന്ന് വിളിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മെ അത്യധികമായി സ്നേഹിക്കുന്ന ഒരു തീക്ഷ്ണവാനായ സംരക്ഷകൻ നമുക്ക് പിതാവായി കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ അദ്ദേഹം തൻ്റെ കരങ്ങളിൽ വഹിച്ചു. സ്വർഗത്തിൻ്റെ സൃഷ്ടാവിനെ പോറ്റി. ഈശോയുടെ ഭൗമിക പിതാവെന്ന ദൗത്യത്തിൽ ദൈവപുത്രനോട് സ്നേഹപൂർവ്വം കൽപ്പിച്ചു. സ്വർഗവും ഭൂമിയും അദ്ദേഹത്തെ അനുസരിച്ചു. നരകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭയന്നു വിറച്ചു. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ വീണ്ടും പറയുന്നു: നമ്മുടെ ജീവിതകാലം മുഴുവൻ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പേര് നമുക്ക് സംരക്ഷണത്തിൻ്റെ പേരായിരിക്കും. ക്രിസ്തുവിന് വേണ്ടിയുള്ള നമ്മുടെ തീക്ഷ്ണത വിശുദ്ധ യൗസേപ്പിതാവ് വർദ്ധിപ്പിക്കും. നമ്മുടെ പിതാവും മാതൃകയും എന്ന നിലയിൽ തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കും. നമ്മൾ ഈശോയുടെ വിശ്വസ്തനായ ശിഷ്യനാണെങ്കിൽ ഈ ലോകം മുഖേനയും പലപ്പോഴും കുടുംബാംഗങ്ങളാലും സുഹൃത്തുക്കളാലും വിമർശിക്കപ്പെടുവാനും വെറുക്കപ്പെടുവാനും നിന്ദിക്കപ്പെടുവാനും പരിഹസിക്കപ്പെടുവാനുമായി പോവുകയാണ്. നമ്മുടെ സഹനങ്ങൾ വലുതായിരിക്കാം, എന്നാൽ സത്യത്തിന് അഥവാ ഈശോയ്ക്ക് വഹിക്കുന്ന സാക്ഷ്യം അതിനേക്കാൾ മഹനീയമായിരിക്കും. ഈശോ മിശിഹായുടെ സത്യങ്ങൾക്ക് തീഷ്ണതയോടെ സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം നമ്മെ സഹായിക്കും. നാം സഭയെയും സഭയുടെ പ്രബോധനങ്ങളെയും കൂദാശകളെയും എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും പാഷണ്ഡതകളിൽ നിന്നും അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കും. സഭയെ സംരക്ഷിക്കുക എന്നത് ക്രിസ്തുവിനെ സംരക്ഷിക്കലാണ്. സത്യത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ആത്മീയ ഗുരു എല്ലായ്പ്പോഴും പരിത്യാഗം അനുഷ്ഠിക്കാൻ തയ്യാറാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ നമുക്കും അനേകം ആത്മാക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ ചൊല്ലാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ അപ്പാ, എന്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ കാക്കേണമേ.
നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ